നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് പൂക്കോട് വെറ്റിനറി കോളേജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിന്റെ മരണം ഇപ്പോൾ CBI ഏറ്റെടുത്തിരിക്കുകയാണ്. കേസ് ഇനി CBI ആയിരിക്കും അന്വേഷിക്കുക. ഇന്ന് രാവിലെ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ടത്. സിദ്ധാർത്ഥിന്റെ പിതാവും അമ്മാവനുമാണ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടത്. അതിനുശേഷം ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ സിദ്ധാർത്ഥിന്റെ കേസ് CBI അന്വേഷിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം സിദ്ധാർത്ഥിന്റെ അച്ഛൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. CBI അന്വേഷണം വേണമെന്ന ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചതായും കേസ് CBIക്ക് വിടുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയതായും കൂടിക്കാഴ്ച പിന്നാലെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ T ജയപ്രകാശ് മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കേസ് CBI ഏറ്റെടുത്തിട്ടുള്ളത്. മകന്റെ മരണത്തിൽ തങ്ങൾക്കുള്ള സംശയം മുഖ്യമന്ത്രി അറിയിച്ചതായും ജയപ്രകാശ് പറഞ്ഞിരുന്നു. CBI അന്വേഷണം, ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ അന്വേഷണം എന്നീ ആവശ്യങ്ങളാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം ഇന്ന് മുഖ്യമന്ത്രിക്ക് മുൻപിൽ വെച്ചത്. അതേസമയം CBI അന്വേഷണം ഉറപ്പ് നൽകിയ സാഹചര്യത്തിൽ സിദ്ധാർത്ഥിന് നീതി തേടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും CBI അന്വേഷണം കൂടി വരുമ്പോൾ വലിയ രീതിയിൽ നല്ലൊരു പുരോഗതി തന്നെ ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ കേസിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസം ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ സിദ്ധാർത്ഥിന്റെ മരണം ചർച്ചയാകുകയും അതുപോലെ തന്നെ കടുത്ത വിമർശനം ഉയരുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെയായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ CBIക്ക് കേസ് വിടാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. RJD ആണ് കഴിഞ്ഞ ദിവസം യോഗത്തിൽ വിഷയം ഉന്നയിച്ചത്. സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് കർശന നിർദ്ദേശം നൽകണമെന്നും RJD ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും മുന്നണി യോഗത്തിലുണ്ടായ വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ മരണത്തിന് മുൻപുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അതീവ ക്രൂരമായ, അതിലപ്പുറം എന്തെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ അത് വേണം പറയാം, അത്രയേറെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടാണ് സിദ്ധാർത്ഥൻ മരണമടഞ്ഞത്. സിദ്ധാർത്ഥൻ നേരിട്ടത് ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും അതിനുപരി മാനസിക പീഡനങ്ങളുമായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് ഓരോ മലയാളിയും ഏറെ ഞെട്ടിക്കുന്ന, അതിലുപരി നമ്മുടെ എല്ലാം നെഞ്ചുലയ്ക്കുന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഈ മാസം 14 മുതൽ 18 ഉച്ചവരെ സിദ്ധാർത്ഥൻ വളരെ ക്രൂരമായ SFI കൊലയാളികളുടെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അടക്കം പറഞ്ഞു. പക്ഷേ ഈ ഒരു മർദ്ദനം നടക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥികളൊന്നും ഒന്ന് വാരക്കി അത് പാടില്ല, അല്ലെങ്കിൽ പുറം ലോകത്തെ അറിയിക്കാനുള്ള യാതൊരു തരത്തിലുള്ള ഒരു കാര്യങ്ങളും അവർ ചെയ്തില്ല. പക്ഷേ സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷമാണ് ഇവരെല്ലാം തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഹോസ്റ്റലിലെ 130 വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് നഗ്നനാക്കിയായിരുന്നു ഇത്തരത്തിൽ സിദ്ധാർത്ഥിനെ അവർ മർദ്ദിച്ചത്. 2 ബെൽറ്റുകൾ മുറിയുന്നത് വരെ മർദ്ദിച്ചു. തുടർന്ന് ഇരുമ്പ് കമ്പിയും വയറുകളും ഉപയോഗിച്ചും അതീവ ക്രൂരമായി മർദ്ദിച്ചു. പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണി നേരിട്ടതായി ഈ വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം കോളേജ് ഡീനും ഹോസ്റ്റൽ വാർഡിനും അറിയാമായിരുന്നു എന്നും വിദ്യാർത്ഥികൾ വിശദീകരിച്ചു കൊടുത്തു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇടതുമുന്നണിക്കുള്ളിൽ അതൃപ്തിയും ഏതായാലും മുഖ്യമന്ത്രിക്ക് മേൽ ഒരു വലിയ സമ്മർദ്ദം തന്നെ ചെലുത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മുന്നണി യോഗത്തിലടക്കം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ചില CPI നേതാക്കൾ അടക്കം പറഞ്ഞിരുന്നത് ആരാണോ ഇതിൽ കുറ്റക്കാരെങ്കിൽ അവർക്കെതിരെ കർശനമായി, പാർട്ടിയൊന്നും നോക്കാതെ കർശനമായി നടപടിയെടുക്കും എന്ന് തന്നെയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും സംഭവം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു CBI കേസ് ഏറ്റെടുക്കുമെന്ന് തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 18-ന് ഉച്ചയ്ക്ക് 1:30-യോടെയാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരുപാട് ദുരൂഹതകളുണ്ട്. കാരണം പോലീസ് എത്തുന്നതിന് മുൻപ് ഈ പ്രതികൾ എന്ന് പറയുന്ന SFI തന്നെയാണ് സിദ്ധാർത്ഥിന്റെ ബോഡി അവിടെ നിന്ന് അഴിച്ചു മാറ്റിയത്. അതെല്ലാം തന്നെ വലിയ ദുരൂഹതകളിലേക്കാണ് നീങ്ങുന്നത്. ശക്തമായ പ്രതിഷേധമാണ് കേരളം മുഴുവൻ ഉയർന്നത്. ഇപ്പോഴും നമ്മൾ പല കോളേജുകളിലും റാങ്കിങ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒളിഞ്ഞും മറിഞ്ഞുമൊക്കെ പല കോളേജ് രാഷ്ട്രീയം നിലനിൽക്കുന്ന കോളേജുകളിലും ഇപ്പോഴും ഇത്തരത്തിലുള്ള റാങ്കിങ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സിദ്ധാർത്ഥ. ഇനിയെങ്കിലും പ്രതികരിച്ചേ മതിയാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ചൂടൊന്നും കുറഞ്ഞു കൂടാ. കാരണം ഇനിയും ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ ആളുകൾ ചർച്ചയാക്കിയില്ലെങ്കിൽ സിദ്ധാർത്ഥന്മാർ ഇനിയും കോളേജുകളിൽ ഉണ്ടാകും. അതുകൊണ്ട് SFI കൊലയാളികൾക്ക്, ഇതിന് പിന്നിലുള്ള എല്ലാ പ്രതികൾക്കും തക്കതായ ശിക്ഷ തന്നെ ലഭിച്ചേ മതിയാകൂ എന്നാണ് ഓരോരുത്തർക്കും പറയാനുള്ളത്.